ഇന്ന് കോട്ടയത്തെ പുതിയ ലുലുമാളിന്റെ ഇതിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാഴ്ചകൾ ഇതിനകത്തുള്ളത് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പൊ നമുക്ക് വീഡിയോയുടെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ ലുലുമാളിന് ഫ്രണ്ടിലായിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അത് ലുലുമാളിൽ അതേ പൊക്കം തന്നെ വരുന്നുണ്ട്. ഏകദേശം ഒരു 3 കെട്ടിടത്തിന്റെ വലിപ്പത്തിലാണ് ഇത് ക്രിസ്മസ് ട്രീ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല ക്രൗഡാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ സ്ഥാപനങ്ങൾ ഇവിടെ കൂടുതലുള്ള. പിന്നെ നമുക്ക് KFC പോലത്തെ ബ്രാൻഡഡ് റെസ്റ്റോറന്റുകളൊക്കെ കാണാം. നമുക്ക് കാണിക്കാം. അപ്പൊ നമ്മുടെ ഇന്റീരിയറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാമോ? എനിക്ക് നല്ല ഓഫേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മതിയോ? സാധനങ്ങൾ മേടിക്കണമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. പക്ഷെ എന്തോ മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ. അപ്പൊ നമ്മുടെ സഞ്ചി ഇതിപ്പോ ഇപ്പോഴും കാലിയായിട്ടാണ് നമ്മൾ കൊണ്ടു കിടക്കുന്നത്. പിള്ളേരുടെ സാധനങ്ങളൊക്കെ വലിയ സെക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് 750 രൂപയുടെ ഡോക്ടർ വി വാഷിന്റെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇത് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 225 രൂപയാണ് നമ്മുടെ ലുലുവിന്റെ ഓഫർ പ്രമാണിച്ച് കിട്ടുന്നത്. 35 രൂപ. അപ്പൊ ഓഫർ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതെല്ലാരും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ 230 കിട്ടും. നമുക്ക് വാഷിംഗ് മെഷീന് ഫ്രണ്ട് ലോഡ് ഏത് വാഷിംഗ് മെഷീൻ 235 രൂപ. ശരിക്കും 750 രൂപ. നമുക്ക് 500 രൂപയോളം കുറവുണ്ട്. എനിക്കൊന്ന് ഏറ്റവും വാല്യൂ ഫോർ മണിയാണ് സംഭവം നോക്കുന്നത്. നമുക്ക് ഇത് ബാഗിലോട്ട് വെക്കാം. ഫ്രൂട്ട്സിന്റെ സെക്ഷനിലാണ്. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. എനിക്ക് ഇതിലേക്ക് അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. നമ്മളെ റിലയൻസിന്റെ മാർക്കറ്റിലൊക്കെ ചെയ്യണം ഒരു പീസിനായിരിക്കും 70 രൂപ കൊടുക്കുന്നത്. ഇത് നമുക്ക് 1 കിലോയ്ക്ക് 300 രൂപ സംതിങ് വരുന്നുള്ളൂ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. വെറൈറ്റി ഒരു പഴം കിട്ടിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിന് ഏതാണ്ട് 350 രൂപയാണ് 1 കിലോയ്ക്ക്. പിന്നെ വേറൊരു പഴമാണ് പാഷൻ ഫ്രൂട്ട് പ്രീമിയം. നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ട് അല്ല, പ്രീമിയം ആണ്. ഇതിന്റെ വില വരുന്നത് 300 രൂപ കിലോ. അത് ഓരോ ടൈമിൽ ഓരോ റേറ്റാണ് വരുന്നത്. പെർസിമൺ ഫ്രൂട്ട് ആണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന സാധനം. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കുറവ് എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ആപ്പിളിന്റെ ഒക്കെ സെക്ഷനാണ്. ഏത് വെറൈറ്റി വേണേലും ഏത് കളർ വേണേലും ഉണ്ട്. പച്ച, മഞ്ഞ, ചുമല. വില എനിക്കൊന്ന് 250 രൂപ സംതിങ് ആണ് വിലയൊക്കെ വരുന്നത് 1 കിലോയ്ക്ക്. US ടർക്കിയുടെ പോലെ സാധനങ്ങളാണ്. ഇത് വേറെ കുറെ ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ്. പേരയ്ക്ക, ആപ്പിള്, ഓറഞ്ച് എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ എനിക്കൊന്ന് 300 രൂപ 250 രൂപ റേഞ്ചാണ് വരുന്നത്. നല്ല നല്ല തിളക്കമുള്ള ഓറഞ്ച് ഒക്കെ ഉണ്ട്. 169 രൂപ അങ്ങനെ ഉള്ളു കിലോ. 129 രൂപ കിലോ വരുന്നുള്ളൂ. ചിക്കുവിന്റെ ഒക്കെ പല വെറൈറ്റി ഉണ്ട്. ചിക്കുവിന് ഏകദേശം 99 രൂപ ഉള്ള 1 കിലോ വരുമ്പോ തന്നെ. അല്ല, ലോഗൻ. ഇത് ലോഗൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. 329 രൂപ കിലോ വരും. ഈന്തപ്പഴത്തിന് സെക്ഷനിലാണ് 120 രൂപ തൊട്ട് ഈന്തപ്പഴം ഉണ്ട്. എനിക്കൊന്ന് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ഈന്തപ്പഴം മേടിക്കാൻ പറ്റുന്ന ലുലു വരുമ്പോഴാണ്. എല്ലാ രാജ്യങ്ങളിലുള്ള ഈന്തപ്പഴങ്ങളുണ്ട്. UAE, ഇറാന്. അതെ, സ്ട്രോബെറിയുടെ വെറൈറ്റികളൊക്കെ. എനിക്കത് മീനിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇല്ലാത്ത മീനുകളൊന്നും ഇല്ല. ഇതിന് അത്യാവശ്യം എല്ലാത്തിനും റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ വെറൈറ്റിയും ഉണ്ട്. നെയ്മീന്റെ തല ഉൾപ്പെടെ ഏത് മീനിന്റെ തല, നല്ല കൊഞ്ചുകള്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പാറക്കൊഞ്ച് പോലത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലുലുമാൾ വിസിറ്റ് ചെയ്യുക. ഇങ്ങോട്ട് അവിടെ നോക്ക് ചെയ്തോ.
മസാല ഇട്ട മീൻ വരെ ഉണ്ട്. 1/2 കിലോയ്ക്ക് അയലക്കൊക്കെ 140 രൂപയുള്ളൂ. വെട്ടി നമുക്ക് കഴുകി വെച്ചിരിക്കുവാണ്, കൊണ്ട് വറുത്താൽ മാത്രം മതി. പിന്നെ എല്ലാ മീനും ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഞണ്ടിന്റെ സെക്ഷനിലാണ്. എല്ലാ വെറൈറ്റി ഞണ്ടുകളും ഉണ്ട്. കിലോ 550 രൂപയാണ് മൺപാറിനൊക്കെ വരുന്നത്. ാണ് ഇവിടെ ഇല്ലാത്ത വെറൈറ്റി ഒന്നും ഇല്ല. ലാമ്പ്, ബൊഫല്ലോ,